എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന രുചികരമായ പടവലങ്ങ കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇതാ ഞാനൊരു പടവലങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പടവലങ്ങ കൊണ്ട് ഏത് കറി നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴും അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു പടവലങ്ങ നോക്കിയിട്ട് എടുക്കണം. കുറേ നാൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച പടവലങ്ങ എടുത്താൽ അത്ര ടേസ്റ്റ് നമ്മുടെ കറിക്ക് കിട്ടില്ല കേട്ടോ. ഇനി ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനു മുൻപും ചാനലിൽ പടവലങ്ങ കൊണ്ടുള്ള റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതാ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്തെ കുരുവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകല്ലേ. റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് പടവലങ്ങ. പക്ഷെ കുട്ടികൾ ഇത് കഴിക്കാൻ കുറച്ച് മടി കാണിക്കും. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ തീരെ കനം കുറഞ്ഞ അരിയേണ്ട ആവശ്യമില്ല. പടവലങ്ങ നമുക്ക് എളുപ്പം തന്നെ വെന്ത് കിട്ടും. ഇനി ഇതാ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. മൺചട്ടി വെച്ച് കൊടുത്തു. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പം അതിലേക്ക് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കുക. പടവലങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കറി തയ്യാറാക്കി എടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. എന്ന് വെച്ചിട്ട് ഒരുപാടങ്ങ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഗുണങ്ങളൊക്കെ ഒത്തിരി നഷ്ടപ്പെടും. അതുകൊണ്ട് ചെറുതായിട്ടേ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ. തീ ഈ സമയത്ത് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കേണ്ട, കാരണം പടവലങ്ങ ഒന്ന് വഴണ്ടി കഴിയുമ്പം തീരെ അങ്ങ് കുറഞ്ഞു പോവും. അപ്പോൾ ഇപ്പം പടവലങ്ങ നോക്കിയിട്ട് ഉപ്പിടരുത് കേട്ടോ. ഇത് കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികളോടാണ് പറയുന്നത്. ഇത് അവിടെ ഇരുന്നൊന്ന് ഫ്രൈ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്കതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇനി ഇതാ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരു സവാള അതാ ഈ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാനൊരു 5 എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതാ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പം അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കുക. അതും ദാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ എടുത്തിട്ടില്ല കേട്ടോ. അതിലും കുറച്ച് താഴെ എടുത്തിട്ടുള്ളൂ. ചെറിയ ജീരകം 1/4 ടീസ്പൂൺ വരെ ആവാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3/4 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ ഞാൻ ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമ്മൾക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം അരച്ചെടുക്കുമ്പം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിലും സവാളയിലും അത്യാവശ്യം നല്ലോണം വെള്ളം ഉണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. നല്ല പോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മളിതാ അടുപ്പത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പടവലങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ട് കൊടുക്കണം കേട്ടോ. അതൊന്ന് ഞാൻ ആ ഒരു മൺചട്ടിക്കകത്തുനിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി. ഒരുപാട് ഫ്രൈ ആക്കരുത്. ഇനി ഇതാ അതേ മൺചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നു കഴിയുമ്പം അതിനകത്തേക്ക് ഇതാ ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയും. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ, സവാളയുടെയൊക്കെ ഒരു പച്ച ചൊക ഉണ്ടാവുമല്ലോ അത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ആ മിക്സിയുടെ ജാറിനകത്തേക്ക് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഇത് ഒരുപാട് അങ്ങ് വെള്ളത്തിലെടുക്കുന്ന കറിയല്ല കേട്ടോ. ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടി എടുക്കുന്ന കറിയാണ്. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പടവലങ്ങയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ.
ദാ ഈ ഒരു സമയത്ത് തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ട് കുറുകി വരും. സവാളയും തക്കാളിയൊക്കെ നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ തിക്ക് ഗ്രേവി ആയിട്ടായിരിക്കും നമ്മൾക്ക് ദാ ഈ ഒരു കറി കിട്ടുക. ഈ ഒരു സമയത്ത് നമ്മളിതാ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട ഈ ഒരു കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് കറി റെഡിയായി കിട്ടും കേട്ടോ. ദാ ഈ ഒരു സമയത്ത് തീ നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കണ്ടില്ലേ, നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറി നമുക്ക് റെഡിയായി കിട്ടും. ദാ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പടവലങ്ങ കറി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നുപോലെ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്